ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കിഡ്സ് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 1 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ക്ലോസ്ഡ് പാർട്ടും ഒരു ഭാഗത്ത് ഓപ്പൺ പാർട്ടുമാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം. ഞാനിവിടെ ലെങ്ത്തും വിഡ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമുക്കിതിൻ്റെ ആം ഹോളാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളത്. വേറെ കട്ടിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആം ഹോള് 2 ഇഞ്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഷോൾഡറിൻ്റെ പാർട്ടിൽ 5 ഇഞ്ച് വെച്ചിട്ട് അതിൻ്റെ താഴോട്ട് 2 ഇഞ്ചും വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ദെൻ ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഈ ഒരു ലൈനിങ് ഫാബ്രിക് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ ഇതിൻ്റെ നല്ല വശം പുറത്തോട്ടെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ അതിന് ശേഷം ഇതുപോലെ 2 പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലുമാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ അകത്തോട്ടാക്കി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ചെസ്റ്റ് പാർട്ടിൽ വയ്ക്കാനുള്ള പീസാണിത്. അതിന് ശേഷം ഫ്രില്ല് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതുപോലെ തുണി എടുത്തു കൊടുക്കാം. ഇത് 3 ഇഞ്ച് വിഡ്ത്തും 25 ഇഞ്ച് ലെങ്ത്തിലുമാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പാർട്ടിലോട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് ആ ചെസ്റ്റ് പാർട്ടിൻ്റെ ഇരുവശങ്ങളിലും വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് പാർട്ടിൽ 2 ഇഞ്ച് വീതം ഇരുവശങ്ങളിലും മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കാം. ലൈൻ കൊടുക്കുന്നത് വേറൊന്നിനുമല്ല, നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ലൈനിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുക്കുന്നത്. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഈ ലൈനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ഫ്രില്ല് ഇതിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇരുവശങ്ങളിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് ഓപ്പൺ കൊടുക്കാം. ഈ ഒരു ഓപ്പണിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്ററിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കതിൽ ഇരുവശങ്ങളിലും ഇതുപോലെ 2 പീസ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് അകത്തോട്ടും ഒന്ന് പുറത്തോട്ടും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് അതിൽ പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ 8 ഇഞ്ച് വീതിയിലും 25 ഇഞ്ച് ലെങ്ത്തിലും ഫാബ്രിക് എടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അരിക വശവും അതിനോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് പാർട്ടിൽ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഷേപ്പ് 2 വശത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്